പഴയങ്ങാടിൽ ബസ്സുകളുടെ മത്സരയോട്ടം. ബസ് കയറാനെത്തിയ യുവതി ബസിന്റെ പിൻഭാഗം തട്ടി വീണ് പരിക്കേറ്റു. വൈകിട്ട് 6 മണിയോടെയാണ് അപകടം. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. ബസ് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലൂടെ അമിത വേഗതയിലെത്തിയ ബസ് സ്റ്റാൻഡിൽ നിർത്തി കുറച്ച് യാത്രക്കാരെ കയറ്റി മുന്നോട്ടെടുത്തു. ഈ സമയം മറ്റൊരു ബസ്സും തൊട്ടുപുറകെ ഉണ്ടായിരുന്നു. ബസിന്റെ പുറകുഭാഗം തട്ടി മഹിത എന്ന യുവതി ബസ്സുകൾക്കിടയിലേക്ക് വീഴുകയായിരുന്നു. ഇവരുടെ കൂടെ കുട്ടികളും ഉണ്ടായിരുന്നു. നിസാര പരിക്കേറ്റ യുവതി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തലനാരിഴക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ആളുകൾ ബഹളം വച്ചതിനെ തുടർന്ന് ബസ് നിർത്തുകയായിരുന്നു. മത്സര ഓട്ടം പതിവാണെന്നും പഴയങ്ങാടി പോലീസ് ഇതിനെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ ഭാഗത്തെ ബസ് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ ബസ് കയറി വരുന്നതിന്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഏഴോ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഴയങ്ങാടി CI ബസിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടും ഒരു നടപടിയും ഈ പഴയങ്ങാടി CI സ്വീകരിച്ചിട്ടില്ല. ആൾ മരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാത്തേക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ എന്തോ പെണ്ണുങ്ങളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ബസിന്റെ ഫ്രണ്ട് ടയർ നടക്കുന്ന പെണ്ണുങ്ങൾ ജീവൻ ബാക്കിയായത്. പല പ്രാവശ്യം നമ്മളെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരികൾ, നിരവധി ആൾക്കാർ നിരന്തരമായിട്ട് ഇതിലേക്കൂടി ബസ് കയറി ഇറങ്ങുന്ന വിഷയം പഴയങ്ങാടി CIന്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പെടുത്തിയിട്ടും ഈ ബസ്സുകാർക്കെതിരെ ഒരു നടപടി എടുക്കാൻ ഈ പഴയങ്ങാടി CI തയ്യാറായിട്ടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആ സ്ത്രീ അനുഭവിക്കേണ്ടി വന്നത്. ഈ പഴയ ബി റോഡിലെ ഭാഗത്ത് എവിടെയും ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. മാട്ടൂരിൽ നിന്ന് വരുന്ന ബസ്സാണ്. 2 ബസ് മത്സരിച്ചോടി വന്നിട്ടാണ് ആ പെണ്ണുങ്ങളെ ജീവൻ അപഹരിക്കാൻ വേണ്ടി പോയത്. ആ പെണ്ണുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരായിരുന്നു സമാധാനം പറയാം? ഈ അപകടത്തിന് പൂർണ്ണ ഉത്തരവാദി പഴയങ്ങാടി പോലീസാണ്. ബസ്സുകാർക്ക് ഇതിലേക്കൂടി കയറാൻ വേണ്ടി വരുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് പഴയങ്ങാടി പോലീസാണ്. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിയും പഴയങ്ങാടി പോലീസാണ്. ഈ ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് പോലീസിന്റെ ഒരു ഇതുമില്ല. ഈ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ കീഴിൽ ഒരു ബസ് സ്റ്റാൻഡ് മാത്രമേ ഇവിടെ മാത്രമേ അവർക്ക് ശ്രദ്ധിക്കട്ടു. ഈ ഭാഗം അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അപകടം വരുത്തിയ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.